ഹലോ ഫ്രണ്ട്സ്, ഞാൻ നെൽസ്ന. ഞാൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഏകദേശം എല്ലാവർക്കും തന്നെ ധാരണയുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ കൂടി ചില ബേസിക് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. UAE പോലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ലൈസൻസ് മാൻഡേറ്ററി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് 2 ലൈസൻസ്, DHA ആൻഡ് MOH. DHA ദുബായ് ഹെൽത്ത് അതോറിറ്റി. ദുബായ് എമിറേറ്റ്സിന് കീഴിലുള്ള ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ മെഡിക്കൽ സെൻറ്ററുകളിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, നഴ്സസ്, ലാബ് ടെക്നോളജിസ്റ്റ്, ഫാർമസിസ്റ്റ് പോലുള്ളവർക്ക് DHA ലൈസൻസ് മാൻഡേറ്ററി ആണ്. MOH മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സയൻസ്, ഷാർജ, അജ്മാൻ, ഫുജൈറ പോലുള്ള എമിറേറ്റ്സുകളിൽ വർക്ക് ചെയ്യുന്നതിനുള്ള ലൈസൻസാണത്. അപ്പോൾ എങ്ങനെ ഈ എക്സാം പ്രിപ്പയർ ചെയ്യാം, എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടുന്നതെന്നുള്ളൊരു ബേസിക് അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ആസ് എ ലാബ് ടെക്നോളജിസ്റ്റ്, ഞാൻ ലാബ് ടെക്നീഷ്യനാണ്. ഞാൻ 2015 DHA എക്സാം ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, ആ ഒരു സിസ്റ്റം, ഇന്നത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മെയിനായിട്ട് ഡിഗ്രി ഓർ ഡിപ്ലോമ നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ കയ്യിൽ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ്. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. കേരളത്തിലൊക്കെ 2 കൊല്ലമെങ്കിലും മിനിമം വർക്ക് ചെയ്തിരിക്കണം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റേഷൻ ആണ്. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മൾ PDF ഫയലുകളായിട്ട് സൂക്ഷിച്ച് വെക്കുക. മെയിനായിട്ട് വേണ്ടുന്നത് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിത്ത് അറ്റസ്റ്റഡ്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് വെരിഫിക്കേഷൻ ബിഫോർ USC എംബസി അറ്റസ്റ്റേഷന് മുന്നേ തന്നെ വെരിഫിക്കേഷൻ അറ്റസ്റ്റേഷൻ ചെയ്യാറുണ്ട്. നമ്മൾ നോർക്കാഡ് അറ്റസ്റ്റേഷനാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അറ്റസ്റ്റഡ് ആയിരിക്കണം. അതുപോലെ പാസ്പോർട്ട്, ഇപ്പോൾ നമ്മൾ UAEയിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എമിറേറ്റ്സ് വിസയിലുള്ളവരാണെങ്കിൽ വിസ കോപ്പി, എമിറേറ്റ്സ് ID, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ കേരള രജിസ്ട്രേഷൻ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്ക് ലിസ്റ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, അപ്ഡേറ്റഡ് CV, BLS ഉണ്ടെങ്കിൽ BLSൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഡോക്യുമെൻ്റായിട്ട് ക്ലിയർ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ ID ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓൺലൈനിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഏജൻസികളിലൊന്നും ഏൽപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓൺലൈനിൽ സിസ്റ്റത്തിൽ നിങ്ങളുടെ തന്നെ DHA അല്ലെങ്കിൽ MOH ID ക്രിയേറ്റ് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അതിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നുള്ള ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ ഏത് പ്രൊഫഷനാണ്, ഇപ്പോൾ നേഴ്സ് ആണെങ്കിൽ നേഴ്സ്, ലാബ് ആണെങ്കിൽ ലാബ്, അല്ലെങ്കിൽ ഫാർമസി ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും, നിങ്ങളുടെ സേവ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് കഴിയുമ്പോൾ സ്റ്റെപ്പ് 5 വരുന്നത് ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷനാണ്. അതായത് നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്ഡ് സർട്ടിഫിക്കറ്റും വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണത്. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് DHA എലിജിബിലിറ്റിയാണ്. നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ട് എന്നുള്ള ഒരു സിഗ്നൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ് എല്ലാം ഓക്കെയാണ്. ഇനി ഫർദർ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. എലിജിബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് തന്നെ ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എക്സാം ഡേറ്റ് സെലക്ട് ചെയ്യുന്നതോടെ തന്നെ അവർ ഫീസ് പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ കാണിക്കും. അവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഫീസ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. എക്സാം MCQ ക്വസ്റ്റ്യൻസ് ആണ് ഭൂരിഭാഗവും ചോദിക്കുന്നത്. 100 to 150 ക്വസ്റ്റ്യൻസ് ആണ് നോർമലായിട്ട്. 2 to 3 hours ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറൈസ്ഡ്. എക്സാമിന് ശേഷം നിങ്ങൾക്കൊരു 2 to 5 വർക്കിംഗ് ഡേക്കുള്ളിൽ റിസൾട്ട് വരും.
First of all, you will receive the eligibility letter. That eligibility letter you need to submit organization. നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഹോസ്പിറ്റലുകളിലോ ക്ലിനിക്കുകളിലോ ഒക്കെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ ആണ് പിന്നെ അത് ലൈസൻസ് ആക്ടിവേറ്റ് ആക്കേണ്ടത്. അവർ നിങ്ങൾക്ക് ലൈസൻസ് ആക്ടിവേറ്റ് ആക്കി തരും. പിന്നെ എവറി ഇയർ ലൈസൻസ് ആക്ടിവേറ്റ് ആക്കണം. എവറി 1 year. അത് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ വർക്ക് ചെയ്യുന്നത്, ഏത് ഓർഗനൈസേഷനിലാണോ നിങ്ങളുള്ള ആ ഫെസിലിറ്റി തന്നെ നിങ്ങൾക്കത് റിന്യൂ ചെയ്ത് തരും. പിന്നെ ഞാനിപ്പോൾ ലാബ് ടെക്നോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ലാബിനെ കുറിച്ച് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ലാബോറട്ടറി ബേസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം കൂടുതലും ക്വസ്റ്റ്യൻ വരിക. BSc MLTയോ അല്ലെങ്കിൽ DMLTയോ പഠിച്ച കുട്ടികൾ ആരെങ്കിലും ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ വന്ന് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരമാണ് ഈ വീഡിയോ. ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. ഓപ്ഷണബിൾ ആണ്. ABC അങ്ങനെ 3 ഓപ്ഷൻസ് കാണും. ഇപ്പം ക്ലിനിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് നോർമൽ വാല്യൂസ്, ക്രിട്ടിക്കൽ വാല്യൂസ്, ഫങ്ഷണൽ ടെസ്റ്റുകൾ, എൻസൈംസ്, പിന്നെ അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് സിംറ്റംസ്, ക്ലിനിക്കൽ കണ്ടീഷൻസ് അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലിനിക്കൽ കെമിസ്ട്രിയിലാണെങ്കിലും CBC പാരാമീറ്റേഴ്സ്, അനീമിക് പിക്ചർ, ബ്ലഡ് പിക്ചർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അനീമിയ, സിഗ്നിഫിക്കൻസ് ഓഫ് അനീമിയാസ്, ബ്ലഡ് പിക്ചർ, സെൽ ഡിഫറൻസിയേഷൻ, നോർമൽ വാല്യൂസ്, അതുപോലെ തന്നെ ഗോയിങ് ആൻഡ് ഡൗൺ കണ്ടീഷൻസ്, അങ്ങനത്തെ കുറേ കൂടുതലും അങ്ങനത്തെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഹെമറ്റോളജിയിൽ ചോദിക്കുന്നത്. പിന്നെ മൈക്രോബയോളജി എന്ന് വരുന്നതും മെയിനായിട്ടുള്ള കൾച്ചർ ഏരിയ, കൾച്ചർ പ്ലേറ്റുകൾ, ഡിഫറൻഷ്യൽ മീഡിയാസ്, ഡിഫറൻഷ്യൽ ഗ്രോത്ത്, സ്റ്റെയിനുകൾ, അതുപോലെ തന്നെ എൻറ്റയർലി പാരസൈറ്റിൻ്റെ ഒരു ഭാഗത്തുനിന്ന് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് പാരസൈറ്റോളജി, പാരസൈറ്റുകൾ, ഡിഫറെൻറ്റ് പാരസൈറ്റുകൾ എങ്ങനെ കാണുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ ക്ലിനിക്കൽ കണ്ടീഷൻസ്, ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ വരാൻ കൂടുതലായിട്ടും ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് പ്രാക്ടിക്കൽ ബേസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റി കൺട്രോൾ, കാലിബ്രേഷൻസ്, ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ലാബിൽ മാനേജ് ചെയ്യുന്നത് എന്നുള്ള എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചും ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻ പ്രൊസീജിയേഴ്സ്, കളക്ഷൻ ട്രാൻസ്പോർട്ട് മീഡിയകൾ, അതുപോലെ ട്യൂബ്സുകൾ, ഡിഫറെൻറ്റ് ട്യൂബ്സുകൾ, വി ആർ യൂസിങ് ഡിഫറെൻറ്റ് ട്യൂബ്സ് ഫോർ ഡിഫറെൻറ്റ് അനാലിസിസ്, കളക്ഷൻ ടൈം, ഡ്യൂറേഷൻ, ടെസ്റ്റ് റൗണ്ട് ടൈം ആൻഡ് അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രീ അനലിറ്റിക്കൽ, പോസ്റ്റ് അനലിറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ സ്റ്റേജിനെ കുറിച്ചൊക്കെ ഒരു ധാരണ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രീ അനലിറ്റിക്കൽ, പോസ്റ്റ് അനലിറ്റിക്കൽ മീൻസ് പ്രീ അനലിറ്റിക്കൽ മീൻസ് analytical സാമ്പിള് നമ്മൾ ബിഫോർ ദ ടെസ്റ്റിംഗ്, സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ടൈം മുതൽ സാമ്പിള് ലാബിലെത്തുന്ന വരെ ടൈമിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറുകളാണ് ലേബലിങ്, ഐഡൻറ്റിഫിക്കേഷൻ ദ പേഷ്യൻസ്, ലേബലിങ് ദ ട്യൂബ്സ്, സാമ്പിൾ കളക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വരെയുള്ള പ്രിപ്പറേഷൻസ് ആണ് പ്രീ അനലിറ്റിക്കൽ സ്റ്റേജ്. പിന്നെ അനലിറ്റിക്കൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ടെസ്റ്റ് പെർഫോമിങ് ഇൻ ദ മെഷീൻസ്, ടെസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ ഗോയിങ് ഓൺ, ദെൻ ദേ വിൽ ഗീവ് ദ റിസൾട്ട്, അതാണ് അനലിറ്റിക്കൽ. പിന്നെ പോസ്റ്റ് അനലിറ്റിക്കൽ വരുമ്പോൾ റിസൾട്ട് വെരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. റിസൾട്ട് വെരിഫിക്കേഷൻ, ക്വാളിറ്റി കൺട്രോൾ ചെക്കിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആൻഡ് that will enter on the system and generated to the doctor, informing the critical care values to the doctor and call the patient or like that we will inform. അതാണ് പോസ്റ്റ് അനലിറ്റിക്കൽ സ്റ്റേജ്. പിന്നെ നമുക്ക് പ്രിപ്പറേഷനുള്ള ബുക്കുകളൊക്കെ ഏകദേശം എല്ലാം തന്നെ ഇപ്പം മാർക്കറ്റിൽ ഏജൻസികൾ അവൈലബിൾ ആണ്. കൂടുതലും കോച്ചിങ് സെൻറ്ററുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഓൺലൈനിലാണെങ്കിൽ അല്ലാതെ ആണെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്കുകൾ, ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, പെത്തോളജി, സൈറ്റോളജി ബുക്കുകളൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ അവൈലബിൾ ആണ് റെഫറിങ്സിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ EDHAയുടെ കോസ്റ്റ് പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമ്മൾ എല്ലാം ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന്
രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഒരു ഫീ ആണ്, ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ ഒരു ഫീ ആണ്, പിന്നെ എക്സാമിന് വേറൊരു ഫീ ആണ്, പിന്നെ എലിജിബിലിറ്റി ലെറ്ററിന് വേറൊരു ഫീസ് ഉണ്ട്, പിന്നെ ലൈസൻസ് ജനറേറ്റ് ചെയ്യുന്നതിനൊരു ഫീ ഉണ്ട്. അങ്ങനെ ആകെ കൂടെ ഒരു 46,000 to 56,000 ഒരു ഇന്ത്യൻ റുപ്പിയാണ് ഏകദേശം ഇപ്പോഴത്തെ ഒരു പ്രസൻ്റ്ലി ഉള്ള DHAയുടെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അറിയാവുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നത് വരെ ബൈ ബൈ.